ഇസ്രയേലിനെതിരെ ലോകരാജ്യങ്ങൾ തങ്ങളുടെ നിലപാടുകൾ കടുപ്പിക്കുകയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇപ്പോഴിതാ അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ നിയമവിരുദ്ധ ഇസ്രയേലി സെറ്റിൽമെന്റുകളിൽ സാമ്പത്തിക വ്യാപാര ഇടപാടുകൾ നടത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ തങ്ങളുടെ പൗരന്മാർക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബ്രിട്ടീഷ് സർക്കാർ. പലസ്തീനികളിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമിയിൽ നിന്ന് അക്രമാസക്തരായ കുടിയേറ്റ ഗ്രൂപ്പുകൾ ലാഭം കൊയ്യുന്നത് അനുവദിക്കാനാകില്ല എന്ന് UK വ്യക്തമാക്കി. ബ്രിട്ടീഷ് പാർലമെന്റിൽ സംസാരിക്കവേ UK വിദേശകാര്യ സെക്രട്ടറി ഇവൻ കൂപ്പറാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. നിങ്ങൾ ഒരു ബ്രിട്ടീഷ് പൗരനോ ബിസിനസ് സ്ഥാപനമോ ആണെങ്കിലും നിയമവിരുദ്ധമായ ഇസ്രയേലി കുടിയേറ്റ കേന്ദ്രങ്ങളിൽ യാതൊരുവിധ സാമ്പത്തിക വ്യാപാര പ്രവർത്തനങ്ങളും നടത്തരുത് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ഞാൻ ബിസിനസ് റിസ്ക് മാർഗനിർദ്ദേശങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. വിദേശകാര്യ സെക്രട്ടറി പാർലമെന്റിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. ചില കുടിയേറ്റ അതിക്രമങ്ങളെ ഇസ്രയേൽ സർക്കാർ അപലപിച്ചിട്ടുണ്ടെങ്കിലും കുടിയേറ്റക്കാർക്കെതിരെ കൃത്യമായ ഉത്തരവാദിത്തമില്ലാത്ത സാഹചര്യത്തിൽ ആ മറുപടികൾ അർത്ഥശൂന്യമാണെന്നും ഇവൻ കൂപ്പർ കൂട്ടിച്ചേർത്തു. നിയമവിരുദ്ധ ഇസ്രയേലി കുടിയേറ്റ കേന്ദ്രങ്ങളുമായുള്ള വ്യാപാര സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായി നിരോധിക്കുന്നതിനെ അനുകൂലിച്ച് നിലവിലെ പാർലമെന്റിൽ 238 MPമാർ രംഗത്തെത്തിയിട്ടുണ്ടെന്ന് ഇതര സന്നദ്ധ സംഘടനയായ കൗൺസിൽ ഫോർ അറബ് ബ്രിട്ടീഷ് അണ്ടർസ്റ്റാൻഡിംഗ് പ്രസ്താവനയിലൂടെയും വ്യക്തമാക്കി. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ നിയമവിരുദ്ധ ഇസ്രയേലി സെറ്റിൽമെന്റുകളിലെ സാമ്പത്തിക വ്യാപാര ഇടപാടുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന എല്ലാവിധ പണമിടപാടുകളെയും ബിസിനസ്സുകളെയുമാണ്. അന്താരാഷ്ട്ര നിയമപ്രകാരം വെസ്റ്റ് ബാങ്കിലെ ഈ ഇസ്രയേലി കുടിയേറ്റ കേന്ദ്രങ്ങൾ നിയമവിരുദ്ധമാണ്. പലസ്തീനികളിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രദേശങ്ങളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ അത് പലസ്തീനികളെ അടിച്ചമർത്തുന്ന അക്രമാസക്തരായ കുടിയേറ്റ ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക ലാഭമുണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. ഈ ലാഭം തടയാനും ഇസ്രയേലിന്റെ നിയമവിരുദ്ധ അധിനിവേശത്തെ സാമ്പത്തികമായി പിന്തുണയ്ക്കാതിരിക്കാനുമാണ് തങ്ങളുടെ പൗരന്മാരും കമ്പനികളും അവിടെ ബിസിനസ് ചെയ്യരുത് എന്ന് UK വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയത്. അതേസമയം ഇസ്രയേൽ തടവറയ്ക്കുള്ളിലെ പലസ്തീനുകളുടെ നരകതുല്യ ജീവിതത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ജയിലുകളിൽ തടവിലാക്കപ്പെട്ടവർ തുടർച്ചയായ ലൈംഗിക പീഡനങ്ങൾക്കും അതിക്രമങ്ങൾക്കും ഇരയാകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അന്തർദേശീയ മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ജയിലുകളിൽ തടവുകാർക്ക് പേരുകൾക്ക് പകരം പ്രത്യേകതരം നമ്പറുകളാണ് നൽകിയിരുന്നത്. ഈ നമ്പർ സ്വയം വിളിച്ചു പറയാൻ വിസമ്മതിക്കുന്നവരെ ജയിലധികൃതർ ക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2023 ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ തടവിലാക്കിയ പലസ്തീനികളാണ് ഇത്തരം ക്രൂരതകൾക്ക് ഇരയായത്. ആക്രമണത്തെക്കുറിച്ച് തങ്ങൾക്ക് യാതൊരു അറിവുമില്ലെന്ന് വ്യക്തമാക്കിയിട്ടും ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നെന്ന് ചില മുൻ തടവുകാർ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ബൂട്ട്സ് ഉപയോഗിച്ച് കഴുത്തിലും പുറത്തും ചവിട്ടും. ചുറ്റും നിന്ന സൈനികർ ഇത് കണ്ട് കൈയടിക്കുകയും ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുകയും ചെയ്യും. നീ ഞങ്ങളുടെ രാജ്യത്തേക്ക് അതിക്രമിച്ചു കയറി, നീയാണിതെല്ലാം ചെയ്തത് എന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനമെന്നും തടവുകാർ പറയുന്നു. വ്യോമാക്രമണങ്ങൾക്കും മിസൈൽ വർഷങ്ങൾക്കും പുറമെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ക്രൂരമായ പുതിയ യുദ്ധമുറകളാണ് ഇപ്പോൾ ഇസ്രയേൽ നടത്തുന്നത്. തെക്കൻ ലെബനനിലാണ് സാധാരണക്കാരെയും രക്ഷാപ്രവർത്തകരെയും കെണിയിൽപ്പെടുത്താൻ കരയുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും ശബ്ദം ഇസ്രയേലി ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നത്. ഗാസയിൽ പരീക്ഷിച്ച് വിജയിച്ച ഇതേ തന്ത്രം ഇപ്പോൾ ലെബനനിലും ഇസ്രയേൽ സൈന്യം ആവർത്തിക്കുകയാണെന്നാണ് പ്രാദേശിക നിവാസികളെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇസ്രയേൽ സൈന്യം ഈ തന്ത്രം ആദ്യമായി ഉപയോഗിക്കുന്നത് ഗാസയിലാണ്. ഗാസയിലെ റെസിഡൻഷ്യൽ ഏരിയകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ഉച്ചഭാഷിണികൾ ഘടിപ്പിച്ച ക്വാഡ് കോപ്റ്ററുകൾ ഉപയോഗിച്ച് രാത്രികാലങ്ങളിൽ കുട്ടികളുടെയും സ്ത്രീകളുടെയും കരച്ചിൽ കേൾപ്പിക്കാറുണ്ടെന്ന് മനുഷ്യാവകാശ സംഘടനകളും മാധ്യമങ്ങളും നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.